നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? പറയാച്ചാ. അയ്യോ അച്ഛാ, ഞങ്ങള് വേദയുടെ വഴിപാട് ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോയി. സത്യം പറയാലോ, ഇന്നേ വരെ അമ്പലത്തിൽ പോയിട്ട് ഇത്രയും എൻജോയ് ചെയ്തിട്ടില്ല. എന്ത് രസായിരുന്നെന്ന് അറിയോ അച്ഛാ. ഞങ്ങള് കുറേ നേരം അങ്ങ് തൊഴുതു. പിന്നെ നടയെന്ന് അല്പം അങ്ങ് മാറി കുറേ നേരം ഇരുന്നു. അച്ഛാ, അച്ഛനൊരു കാര്യം അറിയോ? ഈ പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും അമ്പലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ നോക്കുമ്പോ കുറെ കപ്പിൾസ് അവിടെ ഇരിക്കുന്നു. അവരുടെ ഒക്കെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു രസമല്ലേ. പിന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കുറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇതൊക്കെ കണ്ടില്ലേ? പിന്നെ ആ വിവേകിന്റെ ആരതിയുടെ അടുത്ത് പോയി. നമുക്ക് പരിചയമുള്ള നല്ല മനുഷ്യരാണല്ലോ അവരെ. പിന്നെ അവിടെ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ വാ. വാ. അല്ല, ഡ്രസ്സൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലോ മോളെ. എന്റെ അച്ഛാ, ഞങ്ങൾ ഒന്നിച്ച് ഒരു 2-3 തവണ ടെക്സ്റ്റൈൽസിൽ പോയി. പക്ഷെ ഇന്ന് ഇയാൾ എന്നെ ഞെട്ടിച്ച ദിവസം. അതെന്ത് പറ്റി അച്ഛാ? അല്ല, സാധാരണ ഞങ്ങൾ ഒന്നിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് പോയാ ഏത് സാരി വേണമെങ്കിലും എടുത്തോളാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഇയാൾ ഒരു 1000 രൂപയുടെ സാരി, കൂടിയ 1500 രൂപയുടെ, അതിനപ്പുറത്തേക്ക് എത്ര നിർബന്ധിച്ചാലും പോവില്ല. പക്ഷെ ഇന്നൊരു സാരി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത് ഞാൻ എടുത്തോട്ടെ സാറിന് ചോദിച്ചു. 24,000 രൂപ. 24,000. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അച്ഛന്? എന്താ? നന്ദിനി നമ്മുടെ രീതികൾക്കനുസരിച്ച് മാറാൻ തുടങ്ങിയിരിക്കുന്നു. അച്ഛന്റെ മരുമോളെ ഇനിയൊരു പൊളി പൊളിക്കും. എന്നാ പിന്നെ ഞങ്ങള് മുറിയിലോട്ട് പോട്ടെ അച്ഛാ. ചെല്ല്. പിന്നെ മോളെ, നന്ദിനി, വേദയുടെ വഴിപാടൊക്കെ കൃത്യമായിട്ട് ചെയ്തല്ലോ അല്ലേ? ചെയ്തു സർ. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ മക്കളെയല്ലോ. ശരി അച്ഛാ, നടക്ക്. അവളെടുത്ത സാരിയുടെ വില കേട്ടോ. കീറ തുണി തുന്നിക്കൂട്ടി ഇട്ടിരുന്നവരാ. അഹങ്കാരം. അവള് പറയുന്നതനുസരിച്ച് തുള്ളാനേ ഏട്ടനെ പോലെ ഒരാളെ കിട്ടിയ ഇതല്ല ഇതിനപ്പുറം നടക്കും. പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ആണുങ്ങൾ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ അല്ല, നമുക്ക് കിടക്കാം, അത് കുഴപ്പമില്ല. പുറത്തുള്ളവരും നടക്കാൻ പാടില്ല. ഞാൻ അതാ ഉദ്ദേശിച്ചേ. മമ്മി, അവള് കൈവിട്ട് പോവാണല്ലോ. ഇടവും വലവും നിന്ന് അച്ഛനും മോനും കൂടി അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കല്ലേ. മാറ്റങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം അവർക്കറിയില്ല, അവൾ എത്ര മാറുന്നു അതിനനുസരിച്ച് നമ്മുടെ പക കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അയ്യോ പാവം.